ഹായ് ഹലോ ഡിയേഴ്സ്, സുഖമാണ് എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു കുക്കിംഗ് വ്ളോഗ് മാത്രമല്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ ഒരുപാട് വർഷം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതെനിക്ക് സാധ്യമായി കേട്ടോ. ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്താണെന്നല്ലേ വഴിയെ പറയാവേ. ആ സന്തോഷത്തിന് കാരണം നിങ്ങളോടാണ് ആദ്യം പറയാനായിട്ടുള്ളത് ഈ കാര്യം. അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ എന്തൊക്കെയാണ് കാണുന്നതെന്നല്ലേ, രാവിലത്തെ ലഞ്ച് ബോക്സിലുള്ള പ്രിപ്പറേഷനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും ഒക്കെയാണ് ഒരു ചെറിയ വ്ളോഗ്. എങ്കിലും കുറച്ച് കൂടുതൽ നല്ല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഇത് തലേ ദിവസം നമുക്ക് വന്ന ഒരു പാഴ്സലാണ്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഓർക്കുന്നു കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ മേടിക്കണം. ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട് അയൺ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അത് തന്നെയല്ല, നോൺ സ്റ്റിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര ശരീരത്തിന് നല്ലതുമല്ല. കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് നമ്മുടെ ശരീരത്തിന് കൊള്ളത്തില്ലല്ലോ. ഇവിടുത്തെ പാത്രമൊക്കെ കുറച്ചായേ, മീൻ പൊരിക്കുന്ന പാത്രമാണെങ്കിലും ദോശ ഉണ്ടാക്കുന്ന പാത്രമാണെങ്കിലും ഒക്കെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായിരുന്നു. അന്ന് തൊട്ട് ഓർക്കാണ് ഒരു അയണിൻ്റെ പാത്രങ്ങൾ മേടിക്കണമെന്ന്. ഇവിടെ ഒരു ചീനച്ചട്ടി ഉണ്ട് ഇരുമ്പിൻ്റെ, എങ്കിലും കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. ഈ പാത്രമൊക്കെ ഇപ്പം മേടിക്കാനായിട്ടൊരു കാരണമുണ്ട്, ഞാൻ പറയാവേ. അപ്പോൾ ഇതാ ഞാൻ 3 സെറ്റായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ദോശ ഉണ്ടാക്കുന്ന പാത്രം, പിന്നെ നമുക്ക് മുട്ടയും മീനും ഒക്കെ പൊരിക്കാൻ പറ്റിയൊരു പാത്രവും, അതുപോലെ തന്നെ ഒരു ചെറിയ ചീനിച്ചട്ടി നമുക്ക് മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ വയ്ക്കാനും അതുപോലെ എണ്ണ പലഹാരമൊക്കെ പൊരിക്കാനായിട്ടും ഒക്കെ ഉള്ളത്. അങ്ങനെ 3 പാത്രം ഓർഡർ ചെയ്തപ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി. താളിക്കുന്ന ഒരു ചെറിയ പാത്രം ഫ്രീ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. നല്ല കനമുണ്ട്, നല്ല പാത്രമാണ്. സീസണിങ് ചെയ്ത പാത്രമാണ് കാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെയൊക്കെ റിവ്യൂ പുറകെ പറയാം. അപ്പോൾ നല്ല അടിപൊളി പാത്രമാണ്. കണ്ടിട്ട് സീസണിങ് ചെയ്ത് കിട്ടിയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യണ്ട, പിന്നെ എണ്ണയൊക്കെ തടവി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ പാത്രം കിട്ടിയ ഉടനെ നന്നായിട്ട് തേച്ച് കഴുകിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് സബോള നന്നായിട്ട് മൂപ്പിച്ച് ഒന്ന് കളഞ്ഞായിരുന്നേ. അതാകുമ്പോഴത്തേക്കിനും പാത്രം, അങ്ങനെയാണ് ഇരുമ്പ് പാത്രമൊക്കെ സീസണിങ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് സീസണിങ് ചെയ്ത് വന്നാൽ നമുക്കൊന്ന് അങ്ങനെ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ഉമ്മച്ചി പറഞ്ഞ് അങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം തന്നെ പാത്രം കിട്ടി. പിറ്റേ ദിവസം നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ ഇതാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ചോറിനുള്ള അരിയൊക്കെ ഇട്ടു, അത് വെന്ത് വരുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറുമാണ്. അപ്പോൾ ഇഡലിക്കുള്ള വെള്ളമൊക്കെ വെച്ചു. ഈ തട്ടിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇഡലി മാവ് കോരി ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. പിന്നെ സാമ്പാർ വയ്ക്കണം. അപ്പോൾ ഈ പണിയൊക്കെ ഇവിടെ നടക്കട്ടെ. ഞാൻ നിങ്ങളോട് എന്താ പറയാമെന്ന് പറഞ്ഞതെന്നറിയണ്ടേ? വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഈ കുഞ്ഞ് ചാനലിലും നമുക്ക് യൂട്യൂബിൻ്റെ പൈസ കിട്ടി. ആദ്യത്തെ ഏണിങ്സ് കിട്ടിയേ. ഒരുപാട് സന്തോഷമുണ്ട്. ഏകദേശം ഒരു 4 വർഷമാകുന്നു നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം കുറച്ച് നാളൊക്കെ കുറച്ച് വീഡിയോസൊക്കെ കുറവാണ് ഇട്ടിരുന്നത്. അന്നെൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിരുന്നു. പ്രഗ്നൻസിയും പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തൊന്നും നമുക്ക് ഇതിനായിട്ട് കൂടുതൽ മെനക്കെട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് നാളൊക്കെ ലീവ് എടുത്തിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയും വർഷം കൊണ്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് യൂട്യൂബിലെ വീഡിയോസിലൊക്കെ പൈസ കയറിയത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൽ നിന്നും പൈസ ഉണ്ടാക്കാമെന്നും ഒക്കെയാണ് ഈ വീഡിയോസിലോട് പറയുന്നത്. ഒരുപാട് റീച്ചായെന്നൊന്നും അല്ല പറയുന്നത്, എങ്കിലും ഈ ഒരു ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയ കാര്യങ്ങളും ഒക്കെയാണ് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകും കേട്ടോ. പിന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഷോർട്ട് വീഡിയോസിലൂടെയാണ് കുറച്ച് കൂടുതൽ വ്യൂസ് കിട്ടിയതും ഏണിങ്സ് കയറിയതുമൊക്കെ. അപ്പം ഞാൻ കൂടുതലും ചാനലിൽ ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. കുറച്ച് ലഞ്ച് ബോക്സിൻ്റെയൊക്കെ വീഡിയോ ഡെയിലി ഇടാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ ചാനലിൽ ചെറിയ അനക്കമൊക്കെ തുടങ്ങി. ഒരുപാട് ഒന്നും കയറിയില്ലെങ്കിലും നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ കുറച്ചൊക്കെ അനങ്ങാൻ തുടങ്ങിയായിരുന്നേ. അങ്ങനെ ഞാൻ ഡെയിലി ലഞ്ച് ബോക്സ് വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേനും മനസ്സിലായി ഫോണിന് ക്ലാരിറ്റി കുറവാണെന്നുള്ള കാര്യം. നമ്മൾ ആദ്യം ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കിനും ക്ലാരിറ്റി കുറഞ്ഞ ഫോണായിരുന്നേ. അപ്പോഴത്തേനും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചാനലിൽ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ വേണം അല്ലേ. നമ്മുടെ വീഡിയോ ക്രിയേറ്റർ ആകുമ്പോഴത്തേക്കിനും മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ. അങ്ങനെയാണ് എനിക്ക് ഐഫോൺ കിട്ടിയത്. ഐഫോണിൽ നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പം കുറച്ച് നന്നായിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ നന്നായിട്ട് കയറുന്നുണ്ടായിരുന്നു. വലിയ വീഡിയോസൊക്കെ ആണെങ്കിലും തീരെ വ്യൂസ് ഇല്ലാതെ 100ഉം 200ഉം വ്യൂസിലൊക്കെ കിടന്ന വീഡിയോസൊക്കെ ആണെങ്കിലും 1Kയും 2Kയും ഒക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പം ഡെയിലി വലിയ വീഡിയോസ് ഇടുന്നില്ലെങ്കിലും ആഴ്ചയിൽ 1ഓ 2ഓ ഒക്കെ ഇടുമ്പോഴാണെങ്കിലും കുറച്ച് വ്യൂസൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ ഡെയിലി ഷോർട്ട് വീഡിയോസ് അങ്ങ് ഇടാൻ തുടങ്ങി. ഷോർട്ട് വീഡിയോസ് 2എണ്ണം 3എണ്ണം ഒക്കെ ഡെയിലി ഇടും. കുക്കിംഗ് വീഡിയോസിൽ നിന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോസിൽ കോമഡി ഡയലോഗൊക്കെ
കയറ്റിയിട്ട് അങ്ങ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ വീഡിയോസിന് അനക്കം ഉണ്ടായി. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനെ ഇടാൻ തോന്നി. അങ്ങനെ ഡെയിലി 2, 3, 4 വീഡിയോസൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ വലിയ വീഡിയോന്ന് ക്ലിപ്പിങ്ങൊക്കെ എടുത്തും അല്ലാതെ നമ്മൾ കുക്ക് ചെയ്യുന്നതിനൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ കോമഡി ഡയലോഗ്സൊക്കെ കയറ്റിയിട്ട് അങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങി, ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. അത് നല്ല മൂവിങ് കണ്ടപ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷമല്ലേ. അതുപോലെ തന്നെ ഏണിങ്സും നന്നായിട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ മില്യണൊക്കെ കയറി കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഈ കുഞ്ഞു ചാനലിൽ മില്യണൊക്കെ കയറുമെന്ന് ഓർത്തതേ അല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റി തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ വീഡിയോസ് ഇതുപോലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അനങ്ങുന്നില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ക്യാമറ ക്ലാരിറ്റി കൂടിയപ്പോഴത്തേക്കിനും നമുക്ക് വീഡിയോസിൽ വ്യൂസും കൂടുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ലൊരു ക്യാമറ അല്ലെങ്കിൽ നല്ല ഒരു ഐഫോൺ തന്നെയാണ് നമ്മൾ ഏറ്റവും ഫോണുകളിൽ വീഡിയോസ് എടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഐഫോൺ തന്നെയാണ്. ഐഫോണിലെ ക്ലാരിറ്റി നമുക്ക് മറ്റൊരു ഫോണിൽ കിട്ടത്തില്ല. പിന്നെ നല്ല ക്യാമറ വേണം അല്ലേ, നല്ല കൂടിയ ക്യാമറ. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ആദ്യത്തെ അത്യാവശ്യമുള്ള ഒരു കാര്യം. അങ്ങനെ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടു. നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ഈ അടുത്ത് 3 മില്യണൊക്കെ കഴിഞ്ഞു, 3.4 മില്യണൊക്കെ കിട്ടി. ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കയറുമ്പോൾ തന്നെ. അതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് അല്ലേ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ടൊക്കെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ചാനലിൽ ഷോർട്ട് വീഡിയോസിലാണ് കൂടുതൽ ഏണിങ്സ് കയറിയിട്ടുള്ളത്. അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഷോർട്ട് വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്താൽ ഡെയിലി നമ്മുടെ ചാനൽ അനങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റി. അപ്പം അതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കുക്കിംഗ് വീഡിയോസ് ആണെങ്കിലും ഏത് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ വീഡിയോസ് തന്നെ കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ ഇടാൻ ശ്രദ്ധിക്കണം. എങ്കിലേ ഉള്ളൂ ആ ഒരു വഴിയിലൂടെ നമ്മുടെ ചാനലങ്ങ് കയറി പോകത്തുള്ളൂ. അതുപോലെ നമുക്ക് $100 ആകുമ്പോഴല്ലേ നമുക്കിങ്ങനെ പൈസ അവർ ബാങ്കിലോട്ട് തരുവുള്ളൂ. അപ്പോൾ ആ $100 ആവാനായിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് എപ്പോഴാവുന്നതെന്ന് ഒരുപാട് വർഷമായില്ലേ ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്ന് അങ്ങനെ $100 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബാങ്കിലേക്ക് പൈസ വന്നത്. അങ്ങനെ അത് കിട്ടിയപ്പം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത സന്തോഷമായിരുന്നേ. അങ്ങനെ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാവും അല്ലേ. എൻ്റെ കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. നമുക്ക് എന്നായാലും വിജയം കൈവരിക്കാൻ പറ്റും, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നെപ്പോലത്തെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് ഇതുപോലെ. എന്നെങ്കിലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സ് എങ്കിലും മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ കഷ്ടപ്പെട്ടുള്ളൂ, ഒരു ദിവസമെങ്കിലും അതിന് ഒരു ഫലം ഉണ്ടാവും. അപ്പോൾ എനിക്ക് അത്രയ്ക്കേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, രാവിലത്തെ പരിപാടികളൊക്കെ. അപ്പോൾ രാവിലെ ഇഡലിയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് ലഞ്ച് ബോക്സിൽ മോൾക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോറിൻ്റെ കൂടെ അവൾക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കല്ലിലേക്ക് ചെറിയ ഉള്ളിയും 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇടിച്ചെടുത്ത്, എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ച് ഈ കോവയ്ക്ക അരിഞ്ഞതും കൂടെ നമ്മുടെ ഉള്ളിയും ഒരു വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കോവയ്ക്ക അരിഞ്ഞതിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിത് ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നത് നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ പുതിയ പാത്രത്തിലാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഏണിങ്സിൽ നിന്ന് ഞാൻ മേടിച്ച പാത്രമാണ് ഈ 3 കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ. ഒരുപാട് നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും നമ്മുടെ യൂട്യൂബിൻ്റെ ഏണിങ്സ് കിട്ടാറായി, ആ സമയത്ത് മേടിക്കാമെന്ന്. അങ്ങനെ ഏണിങ്സ് ബാങ്കിൽ വന്ന ഉടനെ ഞാൻ ആദ്യം ബുക്ക് ചെയ്ത് മേടിച്ച സാധനമാണ് ഇത്. നമ്മുടെ കിച്ചണിൽ നിന്ന് കിട്ടിയ പൈസയില്ലേ, അപ്പോൾ ആദ്യം തന്നെ കിച്ചണിലേക്ക് ഒരു സമ്മാനം പോലെ കൊടുത്തതാണ് ഞാൻ ഈ 3 പാത്രം. ഇനി ഇരുമ്പിൻ്റെ പാത്രം കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ ലഞ്ച് ബോക്സിലേക്ക് വല്ലതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും അവരുടെ ശരീരത്തിനും നല്ലതല്ലേ, അത് ഓർത്തിട്ടാണ് മേടിച്ചത്. അപ്പോൾ നല്ല പാത്രമാണ് കേട്ടോ, അടിയിലൊന്നും പിടിക്കത്തൊന്നുമില്ല. നല്ല കനമുള്ളത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ അടിയിൽ പിടിക്കത്തില്ല നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയാലേ. അപ്പോൾ ഞാൻ മെഴുക്കുവരട്ടി അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മറ്റേ അടുപ്പിലോട്ട് ചെറിയ തീയിലോട്ട് വെച്ചിട്ട് അത് വേവിച്ചെടുക്കുകയാണ്. അത് സാമ്പാർ കഷ്ണങ്ങളൊക്കെ വേവിക്കാനിട്ടതിൻ്റെ നന്നായിട്ട് എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. നല്ല ബ്രാഹ്മിൻസിന് സാമ്പാർ പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ഒരു സാമ്പാർ പൊടി ഇട്ടാൽ പിന്നെ കായപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. പുളിക്ക് ഞാൻ തക്കാളിയായിട്ടാണ് ഞങ്ങൾ ഇടുന്നത്, അല്ലെങ്കിൽ പിന്നെ വാളംപുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കും. ഞങ്ങളിവിടെ തക്കാളിയാണ് ഇടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പുളിയുടെ ആവശ്യമില്ല, പുളി പിഴിഞ്ഞൊഴിക്കാറില്ല. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഉമ്മച്ചി ഇവിടെ അരിഞ്ഞിടുന്നുണ്ട് സാമ്പാറിലേക്ക്. സാമ്പാർ കൂടി ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മല്ലിയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. സാമ്പാറൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഒരു ഈസി സാമ്പാറാണ് ഇത് കേട്ടോ. ഞങ്ങൾ പരിപ്പും വെജിറ്റബിൾസൊക്കെ ഒരുമിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കത്തുള്ളൂ കേട്ടോ. വെജിറ്റബിൾസൊക്കെ വെന്തില്ലെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങൾ കഴിക്കത്തുമില്ല, അതുകൊണ്ടാണ് പരിപ്പ് വേറെ വേവിക്കത്തൊന്നുമില്ല. സാമ്പാറിൻ്റെ കഷ്ണങ്ങളും എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് അങ്ങ് വേവിച്ചെടുക്കത്തേ ഉള്ളൂ. അതാകുമ്പോൾ ഈസിയാണല്ലോ, കുക്കറിൽ ഒരു 2 വിസിലടിച്ചാൽ സാമ്പാർ റെഡിയാക്കി കിട്ടുമല്ലോ. അപ്പോൾ സാമ്പാറിനുള്ള മല്ലിയിലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത്
ചെയ്തിട്ടിട്ട് ഒന്ന് മാറ്റി. ഇനി അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് താളി ചോദിക്കുകയാണേ. അതിനായിട്ട് ഇതാ കടുക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടു. പിന്നെ ഉണക്കമുളക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ എണ്ണയിലേക്ക് വഴറ്റിയിട്ടാണ് ഞങ്ങൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. അതാണ് നല്ലത്. അതാകുമ്പോഴത്തേക്കിനും സാമ്പാറിൽ ഒരു കഷ്ണങ്ങളിട്ട് വെണ്ടയ്ക്ക വേവിക്കുകയാണെങ്കിൽ വഴുവഴുപ്പായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ താളിക്കുന്ന പാത്രത്തിലേക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് വഴറ്റിയിട്ട് സാമ്പാറിൽ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കുമേ. നമ്മുടെ വെണ്ടയ്ക്ക ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞങ്ങ് പോകത്തുമില്ല, എങ്കിലും ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ചെറുതായിട്ട് വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഈ എണ്ണയിലേക്ക് താളിക്കുന്നതിലിട്ട് വഴറ്റിയെടുക്കുകയാണ്. സാമ്പാർ കഷ്ണവും അതുപോലെ മെഴുക്കുവരട്ടിയോ തോരനോ എന്തെങ്കിലുമൊക്കെ രാവിലെ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുക. അല്ലെങ്കിൽ രാവിലെ മിക്കവാറും താമസിച്ചൊക്കെ എഴുന്നേറ്റാൽ പണി കിട്ടും. അതുകൊണ്ട് രാത്രി തന്നെ അരിഞ്ഞൊക്കെ റെഡിയാക്കി അങ്ങ് വെച്ചേക്കുകയും അപ്പോൾ നമുക്ക് എളുപ്പമല്ലേ. പിന്നെ ആ സമയത്ത് നമ്മുടെ രണ്ടാമത് വെച്ച് ഇഡലിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉമ്മച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കണ്ടോ, ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കുന്നില്ല. നല്ല പാത്രമാണ് കേട്ടോ, ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി തുരുമ്പൊക്കെ ആവുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ ഈ കാസ്റ്റേൻ്റെ പാത്രങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി ഉണക്കി അതിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ചീനിച്ചട്ടി ഉണ്ട് കേട്ടോ, അത് ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കിനും സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ല അടിപൊളി സാമ്പാർ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് മോൾക്ക് ചമ്മന്തി വേണമെന്ന് പറഞ്ഞാൽ ലഞ്ച് ബോക്സിലേക്ക്. അപ്പോൾ അതിനായിട്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഇതാ പാത്രം വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉണക്കമുളകും പിന്നെ ചെറിയ ഉള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് മുളക് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണ്ടേ ചമ്മന്തിക്ക്. അപ്പോൾ അതാ ഞാൻ മുളക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ് ഉള്ളി മൂക്കാൻ വേണ്ടി. അപ്പോൾ ഉള്ളിയും മുളകും കൂടെ ഇതാ മൂത്ത് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തേ. നമുക്ക് ചമ്മന്തിക്ക് ഇഞ്ചി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ ഞാനിതുപോലെ ഒന്ന് പൂളി എടുത്തിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ വഴറ്റിയെടുത്ത ആ ഒരു ഉള്ളിയും മുളകും ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് ചമ്മന്തി അടിച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇത്ര ഉള്ളൂ ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ കഴിഞ്ഞ്. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് എല്ലാം ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. മോന് പുതിയ ലഞ്ച് ബോക്സ് മേടിച്ചു കേട്ടോ, മോൾക്കും മേടിച്ചു. പക്ഷേ അത് എത്തിയില്ല. ഓർഡർ ചെയ്തിട്ട് ഒരു ലഞ്ച് ബോക്സ് എത്തിയിട്ടുള്ളൂ, ഒന്നും വന്നിട്ടില്ല. ഇതും എൻ്റെ യൂട്യൂബ് ഏണിങ്സിൽ നിന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്കായിട്ട് മേടിച്ചു കൊടുത്താണ്. ആദ്യത്തെ ശമ്പളം കിട്ടിയതല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അവർ ഒരുപാട് ദിവസം കൊണ്ട് എന്നോട് പറയുന്നുണ്ട് ഇതുപോലത്തെ അറയുള്ള ലഞ്ച് ബോക്സ് വേണമെന്ന്. നമ്മൾ ഈ ഓരോ ലഞ്ച് ബോക്സ് വീഡിയോസൊക്കെ കാണുമ്പോഴോ അല്ലാതെ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയെന്ന് കണ്ടിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും രണ്ടു പേർക്കും ഓരോന്നങ്ങ് ഓർഡർ ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴത്തേക്കിനും അതിൽ നിന്ന് മോൻ്റെ ലഞ്ച് ബോക്സിൽ നിന്ന് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഒരുമിച്ച് ലഞ്ച് ബോക്സ് രണ്ടു പേർക്കും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ സമ്മതിക്കത്തില്ല കേട്ടോ. അവന് കുഞ്ഞുങ്ങൾ അങ്ങനെ ആണല്ലോ. അപ്പോൾ അവന് അത് വേണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക, ഞാൻ വേറെ ലഞ്ച് ബോക്സിൽ എടുക്കുമെന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ നിൻ്റെ ലഞ്ച് ബോക്സ് നീ തന്നെ പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. അവന് ഇഡലി മതി എന്ന് പറഞ്ഞു. അവന് ഇഡലിയും ദോശയൊക്കെ ഉള്ളപ്പോൾ അതാണ് ഇഷ്ടം ചോറിനേക്കാളും. അപ്പോൾ അവൻ്റെ ആഗ്രഹമല്ല. അപ്പോൾ ഇന്ന് ഇഡലി കൊടുത്തു വിട്ടു. അപ്പോൾ അവൻ ഇഡലി അവൻ തന്നെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തെടുക്കുകയാണ്. പുതിയ ലഞ്ച് ബോക്സ് ആകുമ്പോൾ ഒന്നും കൂടി ഇൻട്രസ്റ്റ് അല്ലേ. മോൾക്ക് ഞാൻ ചോറാണ് പാക്ക് ചെയ്തെടുത്തത്. അതിലേക്ക് ഇരുമ്പുളി അച്ചാർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി വെച്ചു. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. മോൻ്റെ ലഞ്ച് ബോക്സിൽ ഇഡലിയും പിന്നെ ഒരു ഇച്ചിരി ചമ്മന്തി വെച്ചു. അതുപോലെ സാമ്പാറും കൂടെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്, അതും അവൻ എടുത്ത് വെക്കുകയാണ്. അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട്. നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുങ്ങിയിട്ട് ഇവിടെ വന്ന് നിൽക്കും എന്നും കേട്ടോ. ലഞ്ച് ബോക്സ് ഇതുപോലെ പാക്ക് ചെയ്തെടുക്കാനും ടർക്കിയിൽ പൊതിഞ്ഞെടുക്കാനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ അവൻ്റെ ലഞ്ച് ബോക്സ് അവൻ തന്നെ പാക്ക് ചെയ്തെടുത്തു. മോളുടെ ലഞ്ച് ബോക്സ് ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. അതിൽ തൈര്, അവൾക്ക് ഇന്ന് കറിയായിട്ട് തൈര് മതി എന്ന് പറഞ്ഞു. മിക്കവാറും തൈര് മോരും ഒക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ സാമ്പാർ വേണ്ട, തൈര് മതി എന്ന് പറഞ്ഞേ. അപ്പോൾ ഇതാ തൈരും കൂടെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് അവർ സ്കൂളിലേക്ക് പോയി കേട്ടോ. പെട്ടെന്നുള്ള പാക്കിങ് ആയിരുന്നു. രാവിലെ വീഡിയോ എടുക്കലും ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യലും എല്ലാം കൂടെ അങ്ങ് തിരക്കായിപ്പോയി. പിന്നെ മോൻ വന്ന് ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കേട്ടോ, അത് വലിയൊരു ഉപകാരമായേ. അപ്പോൾ ഇതാ മോൻ വന്ന് അതെല്ലാം പാക്ക് ചെയ്തെടുത്തു. അങ്ങനെ അവർ ധൃതിയൊക്കെ വെച്ചിട്ട് സ്കൂളിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞു മോൾ എഴുന്നേറ്റ് വന്നത്. അവൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനും അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞു ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അധികം വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് അവളുമായിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ചൂട് പൂ പോലത്തെ ഇഡലി, ചൂടില്ല കേട്ടോ, തണുത്തു, നല്ല പൂ പോലത്തെ ഇഡലിയുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ സാമ്പാറൊക്കെ കുറുകിപ്പോയി കേട്ടോ, ഇരുന്നിട്ട് തണുത്തപ്പോഴത്തേക്കിനും സാമ്പാറുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ചമ്മന്തി, എനിക്ക് ചമ്മന്തി ഇഷ്ടമാണ് ഇഡലിക്ക്. അപ്പം ഇന്ന് വെള്ള ചമ്മന്തിയല്ല, ഈ മോൾ കഴിച്ച ആ ചമ്മന്തി
ഞാൻ ഇച്ചിരി ചമ്മന്തി എടുത്തു. അതുപോലെ നല്ലൊരു ബ്രൂ കോഫിയാണ് എനിക്കിഷ്ടം. അങ്ങനെ അതും റെഡിയാക്കി എടുത്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്, ഇനിയും അത് മുമ്പോട്ട് ഉണ്ടാവണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോസ്. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ഒക്കെ ചെയ്യണേ. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.